വൻമഴ ചൊരിഞ്ഞു. ആ വീടിന്റെ മേലെ കാറ്റ് ആഞ്ഞു വീശിയപ്പോ പാറമേൽ അടിസ്ഥാനമിട്ട വീട് അങ്ങനെ തന്നെ നിലനിൽക്കുവാനിടയെ. പക്ഷേ മണലിൽ മേൽ അടിസ്ഥാനമിട്ട വീട് നിമിഷ നേരത്തിനുള്ളിൽ തകർന്നു വീണ. എന്തെന്നറിയാവോ? ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മൾ അടിസ്ഥാനമിട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഏത് പ്രതികൂലങ്ങൾ നമുക്ക് നേരെ ആഞ്ഞു വീശിയാലോ നമ്മെ തകർത്ത് കളയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വിശുദ്ധ വേദവചനം സങ്കീർത്തനങ്ങളിൽ പറയുന്നു, ദൈവത്തിന്റെ മക്കൾ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. ഹല്ലേലൂയ. കഷ്ടത വരത്തില്ല എന്നല്ല, വേദന വരത്തില്ല എന്നല്ല, ഭാരം വരത്തില്ല എന്നല്ല. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്ന് ഭക്തൻ പാടിയാലോ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ നമ്മൾ ലജ്ജിച്ചു പോകരുത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത അതോടുകൂടി നമ്മുടെ ജീവിതം തീരുന്നില്ല. ആ കഷ്ടതയുടെ നടുവിൽ നമ്മളെ നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയും? തിരിഞ്ഞു നോക്കിയേ, കഴിഞ്ഞ നാളുകളൊന്ന് തിരിഞ്ഞു നോക്കിയേ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. ഒരു ജീവിതവും മരണവും തമ്മിൽ ഒരു നിമിഷ നേരത്തെ വ്യത്യാസം മാത്രം നിലനിന്ന സമയത്ത് ഇപ്പോൾ ഞാൻ മരിച്ചു പോകുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് എന്റെ ദൈവം നിന്നെ മരണത്തിലുള്ള ഏൽപ്പിച്ചു കൊടുക്കാതെ വണ്ണ അതിൽ നിന്ന് വിടുവിച്ചെങ്കിൽ അത് ദൈവത്തിന്റെ കരമല്ലാതെ മറ്റൊന്നുമല്ല. ദൈവ